എന്തിനാണ് നാം ഇല്ലാത്തത് നടിക്കുന്നതെന്ന് പറഞ്ഞു. നമ്മൾ എന്ത് ചെയ്യുന്നു, എന്ത് ചെയ്യാതിരിക്കുന്നു, എന്ത് ഇഷ്ടപ്പെടുന്നു, എന്ത് ഇഷ്ടപ്പെടാതിരിക്കുന്നു എന്നതിൽ നിന്ന് തന്നെ നമ്മുടെ സ്വഭാവം നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന. ഉദാഹരണത്തിന് ഞാൻ ഈ പറയുന്ന 3-4 പോയിന്റ് നിങ്ങൾ ശ്രദ്ധിക്കുക. നാം ആരോടൊക്കെ നമ്മൾ കൂട്ടുകൂടുന്നു, ആരുടെയൊക്കെ സമ്പർക്കം നമ്മൾ ഒഴിവാക്കുന്നു എന്ന് നിങ്ങൾ ചെക്ക് ചെയ്യുക. അപ്പോൾ നമ്മുടെ സ്വഭാവം ഏകദേശം നമുക്ക് മനസ്സിലാവും. നമ്മുടെ കൂടെ ജോലി ചെയ്യുന്നവരോട്, പ്രായമായവരോട്, വികലാംഗരോട്, ഇവരോടൊക്കെ നമ്മുടെ പെരുമാറ്റം എങ്ങനെയാണ് എന്നുള്ളത് നോക്കുക. അതനുസരിച്ചിട്ട് നമ്മുടെ സ്വഭാവം നമുക്ക് വിലയിരുത്താൻ പറ്റുമെന്നുള്ളതാണ്. നാം തിരഞ്ഞെടുക്കുന്ന പുസ്തകങ്ങൾ, സംഗീതം, ചലച്ചിത്രങ്ങൾ, നമ്മൾ പറയുന്ന തമാശകൾ, നമ്മൾ ആസ്വദിക്കുന്ന തമാശകൾ, ഇതെല്ലാം നമ്മുടെ സ്വഭാവത്തെ നമുക്ക് മനസ്സിലാക്കി തരാൻ കാരണമാവുന്നുള്ളതാണ്. ദൃഢവിശ്വാസവും സഹിഷ്ണുതയും സഹകരണ മനോഭാവമുള്ളവർ എൻ്റെ കഠിന പ്രവർത്തനങ്ങളിലൂടെ മറ്റുള്ളവരുടെ സ്വാധീനിക്കാൻ പറ്റുമെന്നുള്ളതാണ്. ഇതിൽ നമ്മൾ അസൂയപ്പെട്ടിട്ട് കാര്യമില്ല, നമ്മൾ അങ്ങനെ ആവാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇതിൻ്റെ ബാക്കി വീഡിയോ ഉടൻ വരും. ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്